ഹായ് ഫ്രണ്ട്സ്, നല്ല ഈസിയായി വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ കാബേജ് ഉപയോഗിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ചെയ്യുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വലിയൊരു സവാള എടുത്തിട്ടുണ്ട്. ചെറിയ സവാളയാണ് എടുക്കുന്നതെങ്കിൽ 2 സവാള വേണ്ടി വരും. ഇനി ഈ സവാള രണ്ടറ്റവും കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു 1/4 ഇഞ്ച് കനത്തിൽ ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ നടുഭാഗത്തുനിന്ന് എത്ര പീസ് കട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അത്രയും എടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഓരോ റിങ്സ് ആയിട്ട് ഇതിൽ നിന്ന് മാറ്റിയെടുക്കണം. സവാളയുടെ വലിപ്പത്തിനനുസരിച്ച് ഓരോ പീസിൽ നിന്നും 3 അല്ലെങ്കിൽ 4 ഒക്കെ എടുക്കാൻ പറ്റും. റിങ്സ് എടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗം അങ്ങ് മാറ്റിയേക്കാം. ഇതുപോലെ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സവാളയുടെ നടുഭാഗത്ത് നിന്ന് മാറ്റിയതും രണ്ടറ്റവും കട്ട് ചെയ്തതും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം. അടുത്തതായിട്ടൊരു മിക്സിംഗ് ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. 2 വലിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് ഇത് നന്നായി അടിച്ചെടുക്കണം. ഇപ്പം മുട്ട നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/4 കപ്പ് ഓട്സ് ആണ്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായി അരിഞ്ഞ കാബേജ് ആണ്. അത് 2 കപ്പാണ് ചേർക്കുന്നത്. പിന്നീട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഇനി ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഒരു വലിയ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തും കൂടി ചേർക്കുകയാണ്. ചെറുതായി അരിഞ്ഞ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി 1/2 ചെറിയ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി മിക്സ് ആക്കി എടുക്കണം. കാബേജും സവാളയെല്ലാം നന്നായി സോഫ്റ്റ് ആവുന്ന വരെ ഇതുപോലെ ചെയ്യണം. ഇപ്പോൾ ഇത് നന്നായി മിക്സ് ആക്കി എടുത്തതാണ്. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കാം. അടുത്തതായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായി വരുമ്പോൾ ഇതിൽ കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി സവാളയുടെ റിങ്സ് ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇനി ഓരോ റിങ്സിനുള്ളിലേക്കും കാബേജ് ഒക്കെ മിക്സ് കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുത്താൽ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഓയിലാക്കിയ ശേഷം ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട ശേഷം 2-3 മിനിറ്റ് കൂടി വേവിക്കാം. ഇപ്പോൾ 2 സൈഡ് നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിൽ നിന്ന് മാറ്റാം. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ടൊമാറ്റോ കെച്ചപ്പ് കൂട്ടി കഴിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. ചെറിയ റിങ്സ് ആകുമ്പോൾ ഒരേ സമയം തന്നെ കൂടുതൽ ഇതുപോലെ ഒരേ ചട്ടിയിൽ തന്നെ ചെയ്യാൻ പറ്റും. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അടുത്ത് തന്നെ പുതിയൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും.